ഹലോ ഗൈസ്, വെൽക്കം ടു ആർട്ട് ബൈ ആദി. ഞാൻ വരച്ച ഫായിൽസും ഡാൻസും ഫീറ്റിലെ ട്യൂട്ടോറിയലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം തന്നെ രണ്ട് ചെറിയ വരകൾക്ക് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട്, കാര്യം അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചിലങ്കയും പാഴ്സലൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം രണ്ട് വര എടുക്കാൻ. ഈ രണ്ട് വരകളായിരിക്കും നമ്മളെ കാലായിട്ട് വരുന്നത്. ആ രണ്ട് വരകളും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഒരു ചെറിയൊരു ചെരിവോടെ തന്നെ വരയ്ക്കുക. പിന്നെ അതിന് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം അതിൻ്റെ താഴെ ഒരു ലൈനും കൂടെ വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും താഴെയും ഒരു ചെറിയ കുഞ്ഞു ഗ്യാപ്പ് വിട്ടതിന് ശേഷം ആ ഒരു ഇത് കംപ്ലീറ്റ് ആവുന്നവരെ ചെറിയ ചെറിയ റൗണ്ട്സ് വരച്ച് കൊടുക്കുക. ഒന്നിൻ്റെ താഴെ ഒന്നായിട്ട്. കറക്റ്റ് ഷേപ്പിലൊന്നും വേണ്ട, ജസ്റ്റ് ആ ഒരു ഇത് ഫില്ലാവുന്നവരെ ഒന്ന് വരച്ച് കൊടുക്കുക. തുടക്കമായത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. പിന്നെ ഞാനൊരു പക്ക ആർട്ടിസ്റ്റിലും ഞാൻ അങ്ങനെ വരച്ച് വരുന്നുള്ളൂ. അത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ വിചാരിച്ചിട്ടാണ്. ഈ ചിത്രമൊക്കെ വരയ്ക്കാൻ ഇൻസ്പയർഡായിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവില്ല, അവർക്കൊരു ഇന്നെ കയ്യിൽ നിന്നൊരു ഹെൽപ്പ് എന്ന രീതിക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് ശേഷം തന്നെ നമ്മൾ പാചകം വെക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ആ ഒരു പോർഷൻ നിന്നും 3 ലെയറായിട്ടാണ് ഉണ്ടാവുക ആ പോർഷൻ. അതിൽ ഫസ്റ്റ് ലെയറിൽ ചെറിയ ചെറിയ കുഞ്ഞ് റൗണ്ട്സ് ഒരു സൈഡ് തൊട്ട് മറ്റൊരു സൈഡ് വരെ വരച്ച് കൊടുക്കുക. ഫസ്റ്റ് വരച്ച റൗണ്ട്സിനേക്കാളും ഒന്നുകൂടി വലിപ്പം കൂടിയ റൗണ്ട്സ് നമ്മൾ സെക്കൻഡ് റോയിലായിട്ട് ഒരു സൈഡ് തൊട്ട് മറ്റൊരു സൈഡ് വരെ കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക. അങ്ങനെ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയതിന് ശേഷം തേർഡ് റോയിലോട്ട് വരും. അതിൽ തന്നെ നമ്മൾ ആ സെക്കൻഡ് റോയിലെ റൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെറിയൊരു ടിയർ ഡ്രോപ്പ് ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഒരു സൈഡ് തൊട്ട് മറ്റൊരു സൈഡ് വരെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ വരയ്ക്കുക. ഇത് നമ്മൾ കാല് കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഞാൻ ആദ്യം തന്നെ പെൻസിൽ കൊണ്ടാണ് ജസ്റ്റ് വരച്ചത്, ഒരു ഔട്ട്ലൈൻ പോലെ. പിന്നെ അത് പെണ്ണുകൊണ്ട് അത് പെർമനൻ്റ് ആക്കിയിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കറക്ഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെണ്ണോട് ആദ്യം തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഷുവറാണ് കുഴപ്പമൊന്നും വരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ പെന്ന് ഉപയോഗിച്ചിട്ട് തന്നെ വരയ്ക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഇനി ചിലർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ റൗണ്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ പ്ലസ് സൈന് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അത് പ്ലസ് സൈന് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരേണ്ട, ചിലതിൽ നമുക്ക് ചെറിയൊരു വളവ് കൊടുക്കാം. അപ്പോഴാകുമ്പോൾ അതൊരു ആർട്ടിഫിഷ്യലായിട്ട് കൂടുതലായിട്ട് തോന്നിക്കില്ല. അത് എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ചിലങ്ങൻ്റെ മണികൾ വരച്ച ആ ഒരു സൈഡും മറ്റൊരു സൈഡും നമ്മൾ മുകൾ ഭാഗം തൊട്ടിട്ട് താഴെ വരെ ഒന്ന് കണക്ട് ചെയ്യുക. കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാതെ ചെറിയൊരു കർവിൽ വരക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് വെച്ചാൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി അങ്ങനെ കൂടുതലായിട്ട് തോന്നിക്കില്ല. പിന്നെയെന്ന് വെച്ചാൽ ആ സമയം തന്നെ നമ്മൾ ഈ എല്ലാ ചിലങ്ങൻ്റെ മണികളുടെ റൗണ്ട് വരച്ചല്ലോ, ആ ഒരു ഇതിലൊക്കെ സ്പേസ് ഉണ്ടാവും, കുഞ്ഞു കുഞ്ഞു സ്പേസ് ഉണ്ടാവും രണ്ട് റൗണ്ട്സിൻ്റെ ഇടയിലൊക്കെ. അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി പാഴ്സൽ ചെയ്യുന്ന ഭാഗത്തേക്ക് വരാം. അവിടെ നമ്മൾ സെൻട്രലായി വെച്ച റൗണ്ടിൻ്റെ ഇടയിലൊക്കെ ഒരു ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ മുകൾ ഭാഗം ഉണ്ടാവുമല്ലോ, ചെറിയ റൗണ്ട്സും വലിയ റൗണ്ട്സും വരച്ചതിൻ്റെ ഇടയിലും ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. ഇനി നമ്മൾ പാചകത്തിന് നടുക്ക് വരച്ച ആ ഒരു റൗണ്ടിൽ ഒരു കറുത്തൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡോട്ട് വരച്ചതിന് ശേഷം അത് ആദ്യം ഫുള്ളായിട്ട് വരച്ച് കൊടുക്കുക. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഇതോടുകൂടി നമ്മൾ ഫില്ലിങ്ങും വരയ്ക്കുന്നത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഷെയ്ഡിങ് മാത്രമേ ഉള്ളൂ. അതിന് ഞാനൊരു പെന്ന് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ചിലങ്കൻ്റെ മണികളുടെ മുകളിലും താഴെയുള്ള പോർഷൻസ് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്ത്, പിന്നെ ചിലങ്കൻ്റെ മണികളുടെ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒരു വരകൾ ഇങ്ങനെ വരച്ച് കൊടുക്കുക, ഒരുപാട് ഡാർക്കാക്കാതെ. അതിനുശേഷം ആ ചിലങ്കൻ്റെ താഴെയുള്ള പോർഷൻസും പിന്നെ ആ ടിയർ ഡ്രോപ്പ് വരുന്ന പോർഷൻസിലും ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കാലിൻ്റെ അടിഭാഗം ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം പിന്നെ പാചകത്തിൽ വരച്ച ലൈറ്റ് റൗണ്ടിൻ്റെ അവിടെയും കൂടി ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചിത്രം കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.